പാരീസിലെ ഈഫൽ ടവറിന് അഭിമുഖമായിട്ടുള്ള ആഡംബര ഹോട്ടലിൽ ബിസിനസ് പാർട്ടിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആദിൽ റഹ്മാൻ. റഹ്മാൻ ഗ്രൂപ്പിന്റെ ഭാവി വിദേശത്തേക്ക് വ്യാപിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അവൻ. പെട്ടെന്നാണ് ഫോണിലേക്ക് ഫാമിലി ലോയർ അബ്ദുൾ ഹമീദ് സാറിന്റെ കോൾ വരുന്നത്. ആദിൽ, വല്യുമ്മ ഹാജിറ ബീവി നമ്മളെ വിട്ടുപോയി. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ്. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ആ വാർത്ത കേട്ടപ്പോൾ ആദിൽ ഒരു നിമിഷം തകർന്നുപോയി. മലബാറിലെ ആ വലിയ തറവാട്ടിൽ വല്യുമ്മ തനിച്ചായിരുന്നു. ബിസിനസ് തിരക്കുകൾ കാരണം മാസത്തിലൊരിക്കൽ ഫോണിൽ വിളിക്കുന്നതല്ലാതെ വല്ലപ്പോഴും മാത്രമാണ് ആദിൽ തറവാട്ടിലേക്ക് പോയിരുന്നത്. അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന കുറ്റബോധം അവനെ വേട്ടയാടി. അങ്ങനെ ഒരു മാസത്തിനു ശേഷം അവൻ പാരീസിൽ നിന്നും തിരികെ നാട്ടിലെത്തി. റഹ്മാൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 100% ഓഹരികളും അനുബന്ധ സ്ഥാപനങ്ങളുടെ പൂർണ്ണ അധികാരങ്ങളും ഇന്ത്യയിലും വിദേശത്തുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മറ്റു സ്വത്തുക്കളും എൻ്റെ ഒരേ ഒരു പേരക്കുട്ടിയായ ആദിൽ റഹ്മാന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എയർ കണ്ടീഷൻ ചെയ്ത ആ വലിയ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഫാമിലി ലോയർ അബ്ദുൾ ഹമീദ് സാറിന്റെ ശബ്ദം മുഴങ്ങി. 30കളുടെ തുടക്കത്തിൽ നിൽക്കുന്ന വില കൂടിയ സ്യൂട്ടണിഞ്ഞ ആദിൽ റഹ്മാന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇതൊക്കെ എനിക്കല്ലാതെ പിന്നെ ആർക്ക്? അവന്റെ കണ്ണുകൾ അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മരണശേഷം റഹ്മാൻസ് കുടുംബത്തിൽ അവനല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. ഉപ്പയുടെ ഉമ്മ ഹാജിറ ബീവി കഴിഞ്ഞയാഴ്ച ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ സാമ്രാജ്യത്വത്തിന്റെ അധിപൻ താൻ മാത്രമാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അബ്ദുൾ ഹമീദ് സാർ ഒന്ന് നിർത്തി, കണ്ണടയൊന്ന് നേരെയാക്കി. എന്നിട്ട് ആ പ്രമാണത്തിലേക്ക് വീണ്ടും നോക്കി. പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ട്. ആദിൽ റഹ്മാന്റെ പുരികങ്ങൾ ചെറുതായി ഒന്ന് ഉയർന്നു. ഒരു വ്യവസ്ഥയോ? അതെന്തായിരിക്കാം? എൻ്റെ പേരക്കുട്ടി ആദിൽ റഹ്മാൻ ഈ വിൽപ്പത്രം വായിക്കുന്ന തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ വിവാഹിതനാകണം. വെറുമൊരു വിവാഹം മാത്രം പോരാ, അവൻ തിരഞ്ഞെടുത്ത പെൺകുട്ടിയോടൊപ്പം ഒരു കുടുംബസ്ഥനായി 1 വർഷം ജീവിക്കുകയും വേണം. ഈ കാലയളവിൽ അവൻ കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ഒരു സാധാരണ ഭർത്താവിനെ പോലെ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും വേണം. ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ റഹ്മാൻസ് ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ അവന് പൂർണ്ണമായും കൈമാറുകയുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ മരണശേഷം 1 വർഷം കഴിയുമ്പോൾ എൻ്റെ മുഴുവൻ സ്വത്തുക്കളും റഹ്മാൻസ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നതാണ്. മുറിയിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. ആദിലിന്റെ മുഖത്ത് പുച്ഛച്ചിരി മാഞ്ഞു പോയിരുന്നു. അവനത് വിശ്വസിക്കാൻ പറ്റിയില്ല. അടക്കാനാവാത്ത ദേഷ്യം അവന്റെ മുഖത്തേക്ക് ഇരച്ചു കയറി. അവൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഇതൊരു തമാശയാണോ മിസ്റ്റർ അബ്ദുൾ ഹമീദ്? ആദിൽ, പ്ലീസ് ഇരിക്കെ. അബ്ദുൾ ഹമീദ് സർ ശാന്തനായി പറഞ്ഞു. ഇത് ഹാജിറ ബീവിയുടെ അവസാനത്തെ ആഗ്രഹമാണ്. ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ആർക്കും സാധിക്കില്ല. വിവാഹമോ? ഞാനോ? അതും ഒരു കുടുംബസ്ഥനായി ജീവിക്കുക? ഇമ്പോസിബിൾ. ജീവിതം മുഴുവൻ ആഘോഷിക്കാൻ മാത്രമുള്ളതാണെന്ന് വിശ്വസിക്കുന്ന, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാർട്ടികളിൽ മുഴുകി ജീവിക്കുന്ന അവനോടാണ് വിവാഹം കഴിച്ച് അടങ്ങി ഒതുക്കി ജീവിക്കാൻ പറയുന്നത്. അതിൽ 1 വർഷം, വെറും 365 ദിവസം. നിനക്കതിന് സാധിക്കും. അബ്ദുൾ ഹമീദ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് സാധിക്കില്ല, എനിക്കതിന് താല്പര്യമില്ല. ഏത് പെണ്ണിന്റെ കഴുത്തിലാണ് ഞാൻ എൻ്റെ ജീവിതം കെട്ടിയിടേണ്ടത്? എനിക്കെൻ്റെ സ്വാതന്ത്ര്യമാണ് വലുത്. സ്വാതന്ത്ര്യമോ അതോ ഈ കാണുന്ന ആയിരക്കണക്കിന് കോടിയുടെ സാമ്രാജ്യത്വത്തിന്റെ അധിപനാകുന്നതോ നിനക്ക് വലുത്? അബ്ദുൾ ഹമീദിന്റെ ചോദ്യം ഒരു കൂരമ്പ് പോലെ അവനിൽ തറച്ചു. അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. അവന്റെ കാർ നഗരത്തിലെ തിരക്കിനെ വകഞ്ഞു മാറ്റി പാഞ്ഞു. ഹാജിറ ബീവിയുടെ സ്നേഹം അവൻ അറിയാമായിരുന്നു. പക്ഷേ ഈ ചതി അവൻ പ്രതീക്ഷിച്ചില്ല. ഈ സമയം റഹ്മാൻസ് ഗ്രൂപ്പിന്റെ ആഡംബരങ്ങളിൽ നിന്നൊക്കെ അകന്ന് നഗരത്തിലെ ഒരു സാധാരണ ഹോസ്റ്റൽ മുറിയിൽ ആയിഷ തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിതയായി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മൊബൈൽ ഫോൺ എടുത്തപ്പോൾ വീട്ടിൽ നിന്ന് 5-6 മിസ്ഡ് കോളുകൾ. അവൾ തിരിച്ചു വിളിച്ചു. ഉമ്മി. എന്താ വിളിച്ചത്? ഫോൺ അവൾ വിളിച്ച ഉടനെ തന്നെ പരിഭ്രമത്തോടെയുള്ള ഉമ്മയുടെ വിളി കേട്ടു. മോളെ, എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഇവിടെ ഉപ്പയ്ക്ക് നെഞ്ചുവേദന വീണ്ടും കൂടി. ഡോക്ടറെ കാണിച്ച് എത്രയും പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. ഉമ്മയുടെ ശബ്ദം ഇടറിയിരുന്നു. ആയിഷയുടെ നെഞ്ചിൽ ഒരു ഭാരം കയറിയിരുന്നു. അവളുടെ തുച്ഛമായ നേഴ്സിന്റെ ശമ്പളം കൊണ്ട് വീട്ടുചെലവുകളും അനിയന്റെ പഠിപ്പും കഷ്ടിച്ചാണ് നടന്നു പോകുന്നത്. ഇതിനിടയിൽ ഓപ്പറേഷനുള്ള പണം എങ്ങനെ കണ്ടെത്തും? ഉമ്മ വിഷമിക്കാതെ, ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താം. ഉപ്പയോട് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയണം. അവൾ ഉമ്മയെ ആശ്വസിപ്പിച്ച് ഫോൺ വെച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ആയിഷ ജോലി അന്വേഷിച്ചിറങ്ങിയ ഒരു വൈകുന്നേരം അവളുടെ ഹോസ്റ്റലിന് മുന്നിൽ ഒരു കറുത്ത ബെൻസ് കാർ വന്നു നിന്നു. കാറിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് മാറ്റി ഇറങ്ങി വന്ന ആളെ കണ്ടതും ആയിഷ ഒരു നിമിഷം തരിച്ചു നിന്നു. ഇയാളെ എനിക്കറിയാമല്ലോ. ആയിഷ ഓർത്തെടുത്തു. 6 മാസം മുൻപ് മലബാറിലെ ആ വലിയ തറവാട്ടിൽ ഹാജിറ ബീവിയുടെ കെയർടേക്കറായി ആയിഷ ജോലി ചെയ്തിരുന്നു. വെറും 10 ദിവസം മാത്രമായിരുന്നു അവിടെ നിന്നിരുന്നത്. അന്ന് മുത്തശ്ശിയെ കാണാൻ വന്നപ്പോൾ ആഡംബരത്തിന്റെ അഹങ്കാരവുമായി നടന്നിരുന്ന അതേ ആദിൽ റഹ്മാൻ. തന്റെ ഉപ്പയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടിയതുകൊണ്ട്
പകുതിക്ക് വെച്ച് ജോലി നിർത്തി പോരേണ്ടി വന്നതാണ്. അതിനുശേഷം ആ ഉമ്മയെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ആയിഷ, നിന്നെ തിരക്കി ഞാൻ കുറേ നടന്നു. ആദിൽ ഗൗരവത്തിൽ പറഞ്ഞു. നിങ്ങൾ ഹാജറ ബീബിയുടെ പേരക്കുട്ടി ആദിൽ റഹ്മാനല്ലേ? എന്താണിവിടെ? ആയിഷ സംശയത്തോടെ ചോദിച്ചു. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എൻ്റെ വല്യമ്മ മരിച്ചു. ആദിലിന്റെ സ്വരത്തിൽ ചെറിയൊരു ഇടർച്ചയുണ്ടായിരുന്നു. എന്ത്? ഉമ്മ മരിച്ചെന്നോ? ആയിഷയ്ക്ക് വിശ്വസിക്കാനായില്ല. സ്നേഹമുള്ള ആ വലിയ ഉമ്മയുടെ മരണം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒരു 5 മിനിറ്റ്. അവൾക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും അവൾ തലയാട്ടി. അടുത്തുള്ള ഒരു ചെറിയ കഫേയിൽ അവർ ഇരുന്നു. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് നിന്റെ ഒരു സഹായം വേണം, അവൻ മുഖവുരയില്ലാതെ പറഞ്ഞു. ആയിഷ സംശയത്തോടെ അവനെ നോക്കി. എൻ്റെ സഹായമോ? അതും നിങ്ങൾക്ക്? നീ എൻ്റെ കുടുംബത്തിലെ വിൽപത്രത്തെക്കുറിച്ച് കേട്ടോ എന്നെനിക്കറിയില്ല. എനിക്ക് എൻ്റെ സ്വത്തുക്കൾ കിട്ടണമെങ്കിൽ ഞാൻ വിവാഹം കഴിച്ച് 1 വർഷം ജീവിക്കണം. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അതിന് ഞാനെന്ത് വേണം? നീ എൻ്റെ ഭാര്യയായി അഭിനയിക്കണം 1 വർഷത്തേക്ക്. അത് കേട്ടതും അവൾക്ക് വിശ്വസിക്കാനായില്ല. ഒരു നിമിഷത്തെ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം അവളിൽ നിന്ന് ചിരിയാണ് വന്നത്. നിങ്ങൾക്ക് തലയിൽ വല്ല അസുഖവുമുണ്ടോ? ആദിലിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ സീരിയസ് ആയിട്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. ഞാനോ നിങ്ങളുടെ ഭാര്യയായി അഭിനയിക്കുകയോ? എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമോ നിങ്ങൾക്ക്? എന്നെ വെറുതെ വിടണം. അവൾ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എണീറ്റു. അവൻ്റെ ശബ്ദം കനത്തു. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്. ഇതൊരു അഭിനയം മാത്രമാണ്, ഒരു ബിസിനസ് ഡീൽ. ഇതിന് നിനക്ക് ഞാൻ 50 ലക്ഷം രൂപ തരും. 50 ലക്ഷം! ആ തുക കേട്ട് അവൾ ഒരു നിമിഷം നിശ്ചലയായി. ഉപ്പയുടെ ഓപ്പറേഷനും കടങ്ങൾ വീട്ടാനും ആ തുക ധാരാളമായിരുന്നു. പക്ഷേ വേണ്ട, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ പണം വേണ്ട. എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. അവളുടെ അഭിമാനം അവളെ അതിനനുവദിച്ചില്ല. 1 കോടി? അവൻ അടുത്ത വില പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഒരു നിമിഷത്തേക്കൊരു പ്രകാശം മിന്നിമറഞ്ഞെങ്കിലും അവൾ മുഖം തിരിച്ചു. നിങ്ങൾ എത്ര കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ജീവിതം വെച്ച് അഭിനയിക്കാറില്ല. ദയവായി എന്നെ എൻ്റെ വഴിക്ക് വിടൂ. അതും പറഞ്ഞ് അവൾ ആ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി നടന്നു. ആദിൽ ദേഷ്യത്തോടെ മേശയിൽ ആഞ്ഞിടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് അവൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവൻ്റെ ഈഗോ വല്ലാതെ മുറിവേറ്റു. നിന്നെ ഞാൻ സമ്മതിപ്പിക്കും. ആയിഷ, നിനക്കെൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും, അവൻ മനസ്സിൽ കുറിച്ചു. ആദിൽ വെറും ഒരു വാക്കു കൊടുത്ത് പിന്മാറുന്നവനല്ലായിരുന്നു. അവൻ്റെ ആവശ്യം നിരസിച്ച ആയിഷയോടുള്ള വാശി അവനിൽ കൂടി വന്നു. അവൾക്ക് പണം അത്യാവശ്യമാണെന്ന് അവനറിയാമായിരുന്നു. പക്ഷേ അവളുടെ അഭിമാനം ഇതിന് തടസ്സമാണെന്ന് അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. അടുത്ത ദിവസം ആയിഷയുടെ ഫോണിലേക്ക് അവളുടെ ഉമ്മയുടെ പരിഭ്രമിച്ചുകൊണ്ടുള്ള വിളിയെത്തി. മോളെ, ഉപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. റഹ്മാൻസ് ഗ്രൂപ്പിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസ് വന്നു. ആരോ പണമടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാണെന്നൊന്നും അറിയില്ല. ആയിഷയുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. റഹ്മാൻസ് ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലിലോ? അവൾ ഉടൻ തന്നെ അങ്ങോട്ട് പാഞ്ഞു. അവിടെ എമർജൻസി വാർഡിന് പുറത്ത് ഉമ്മയും അനിയനും നിൽക്കുന്നുണ്ടായിരുന്നു. ഉപ്പയെ ICUയിലേക്ക് മാറ്റിയിരുന്നു. എന്താണുണ്ടായതുമ്മ? രാവിലെ ഉപ്പയ്ക്ക് കലശമായ വേദന വന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുമ്പോഴാ ഈ ആംബുലൻസ് വന്നത്. അവർ പറഞ്ഞു ആയിഷയുടെ അച്ഛനല്ലേ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ട് ആയിഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് ആരുടെ കളിയാണെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു. അവൾ ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഹോസ്പിറ്റലിന്റെ ലോബിയിൽ ഒരു രാജാവിനെ പോലെ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദിൽ റഹ്മാൻ. അവൻ നേരെ അവന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ എന്താ വിചാരിച്ചത്? എൻ്റെ ഉപ്പയെ വെച്ച് വിലപേശാൻ മാത്രം തരം താഴ്ന്നവനാണോ നിങ്ങൾ? അവൻ ശാന്തനായി അവളെ നോക്കി. ഞാൻ വിലപേശുകയല്ല, സഹായിക്കുകയാണ് ചെയ്തത്. നിന്റെ ഉപ്പയ്ക്ക് ഏറ്റവും നല്ല ചികിത്സയാണ് ഇപ്പോൾ കിട്ടുന്നത്. നിന്നെ കൊണ്ട് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ചികിത്സ. ഈ സഹായത്തിന് പകരമായി ഞാൻ എന്തു വേണമെന്ന് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഉപ്പയെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നും മാറ്റും. അതിന് നിന്റെ കയ്യിൽ പണമുണ്ടോ? അവൻ്റെ ചോദ്യം ഒരു ചാട്ടവാറടി പോലെ ആയിരുന്നു. ഈ ഹോസ്പിറ്റലിലെ ഒരു ദിവസത്തെ ICU ചാർജ് എത്രയാണെന്ന് നിനക്കറിയാമോ? ഓപ്പറേഷൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. നിന്റെ അച്ഛൻ്റെ ജീവനാണോ വലുത്, അതോ നിന്റെ ഈഗോ ആണോ? അവൾക്ക് മറുപടിയില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ജീവിതത്തിൽ ഇത്രയധികം നിസ്സഹായയായി അവൾക്ക് തോന്നിയിട്ടില്ല. തീരുമാനിക്കു നീ. അവൻ എഴുന്നേറ്റു. ഞാൻ നിനക്ക് 2 ദിവസം സമയം തരാം. ഒന്നുകിൽ നീ എൻ്റെ ഭാര്യയായി അഭിനയിക്കാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ നിന്റെ ഉപ്പയുടെ ചികിത്സ പാതി വഴിയിൽ നിന്നു പോകുന്നത് കണ്ടു നിൽക്കുക. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അവൻ പുറത്തേക്ക് നടന്നുപോയി. ആയിഷ തളർന്ന് അടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു.
ആദിൽ ഒരുക്കിയ കെണിയിൽ അവൾ പൂർണ്ണമായും അകപ്പെട്ടിരുന്നു. അടുത്ത 2 ദിവസങ്ങൾ ആയിഷയ്ക്ക് നരകതുല്യമായിരുന്നു. ഒരു വശത്ത് ഉപ്പയുടെ ജീവൻ, മറുവശത്ത് സ്വന്തം അഭിമാനം. അവൾ ഒരുപാട് ചിന്തിച്ചു. ഒടുവിൽ അവൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഉപ്പയുടെ ജീവനേക്കാൾ വലുതായി അവൾക്കൊന്നുമില്ലായിരുന്നു. അവൾ ആദിലിനെ വിളിച്ചു. ഞാൻ സമ്മതിച്ചു. അവളുടെ ശബ്ദം നേർത്തിരുന്നു. ഫോണിൽ മറുവശത്ത് ആദിലിന്റെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു. ഗുഡ് ഡിസിഷൻ. നാളെ രാവിലെ എൻ്റെ ഓഫീസിലേക്ക് വാ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പിറ്റേന്ന് രാവിലെ റഹ്മാൻസ് ഗ്രൂപ്പിന്റെ തലയെടുപ്പുള്ള ആസ്ഥാന മന്ദിരത്തിലെ ഏറ്റവും മുകളിലുള്ള നിലയിലുള്ള ആദിലിന്റെ ഓഫീസിൽ അവളിരുന്നു. അപ്പോൾ നിനക്കെന്റെ ഓഫർ സ്വീകാര്യമാണ് അല്ലേ? പുച്ഛത്തോടെ അവൻ പറഞ്ഞു. അതെ, പക്ഷേ എനിക്കും ചില വ്യവസ്ഥകളുണ്ട്, അവൾ മുഖവുരയില്ലാതെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഭയം മാഞ്ഞു പകരം ഒരുതരം ഉറപ്പ് വന്നിരുന്നു. ഓഹോ, നിനക്കും വ്യവസ്ഥകളോ? കൊള്ളാമല്ലോ, പറ കേൾക്കട്ടെ. ഇതൊരു കരാർ മാത്രമാണ്, 1 വർഷത്തേക്കുള്ള ബിസിനസ് ഡീൽ. ഇതിൽ വ്യക്തിപരമായ ഒന്നിനും സ്ഥാനമില്ല. 2, ആവശ്യമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടാനോ എന്നോട് അപമര്യാദയായി പെരുമാറാനോ പാടില്ല. 3, കരാർ ഒപ്പിട്ടാലുടൻ നിങ്ങൾ വാഗ്ദാനം ചെയ്ത 1 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം. എൻ്റെ ഉപ്പയുടെ ചികിത്സയ്ക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണത്. 1 വർഷം കഴിയുമ്പോൾ നമ്മൾ 2 വഴിക്ക് പിരിയും. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഞാനോ എൻ്റെ ജീവിതത്തിൽ നിങ്ങളോ ഉണ്ടാകില്ല. 5, ഈ കരാറിനെക്കുറിച്ച് എൻ്റെ വീട്ടുകാർ അറിയരുത്. നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കുകയാണെന്ന് മാത്രമേ അവരറിയാവൂ. ആദിൽ അവളുടെ ഓരോ വ്യവസ്ഥകളും ശ്രദ്ധയോടെ കേട്ടു. അവൻ്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞിരുന്നു. ഈ പെൺകുട്ടി അവൻ വിചാരിച്ചതുപോലെ ഒരു പാവമല്ലെന്ന് അവന് തോന്നി. ഓക്കെ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാ വ്യവസ്ഥകളും എനിക്ക് സമ്മതമാണ്. അബ്ദുൽ ഹമീദ് തയ്യാറാക്കിയ കരാർ പത്രങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നു. 2 പേരും ഒപ്പുവെച്ചു. ആയിഷ എന്ന സാധാരണ നേഴ്സ് നിയമപരമായി 1 വർഷത്തേക്ക് ആദിൽ റഹ്മാന്റെ ഭാര്യയായി അഭിനയിക്കാൻ തയ്യാറായി. വെൽക്കം ടു മൈ വേൾഡ് മിസ്സസ് ആയിഷ, അവൻ കൈ കൊടുത്തുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു. അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചെങ്കിലും കണ്ണുകളിലേക്ക് നോക്കിയില്ല. ഒരു പുതിയ യുദ്ധം തുടങ്ങുകയായിരുന്നു. ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൾക്ക് ഹോസ്റ്റൽ ഒഴിയേണ്ടി വന്നു. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ അവൾക്ക് ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി. അകത്തേക്ക് കയറിയപ്പോൾ അവിടുത്തെ ആഡംബരം അവളെ അത്ഭുതപ്പെടുത്തി. വില കൂടിയ ഫർണിച്ചറുകൾ, ഭിത്തികളിൽ തൂങ്ങുന്ന വലിയ പെയിന്റിങ്ങുകൾ, തലയെടുപ്പുള്ള തൂണുകൾ എല്ലാം അവൾക്ക് അപരിചിതമായിരുന്നു. വീട്ടിലെ പ്രധാന കാര്യസ്ഥനായ ഖാദറിക്ക അവളെ സ്വീകരിച്ചു. ഐഷക്കുട്ടിക്ക് മുകളിലത്തെ നിലയിൽ മുറി ഒരുക്കിയിട്ടുണ്ട്. അവൾ മുകളിലെ മുറിയിലേക്ക് നടക്കുമ്പോൾ വീട്ടിലെ ജോലിക്കാർ അവളെ തുറച്ചു നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവരുടെ നോട്ടത്തിൽ ആകാംക്ഷയും സംശയവും കലർന്നിരുന്നു. അവരുടെ മുറി ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ സ്യൂട്ട് പോലെ വിശാലമായിരുന്നു. ഒരു വലിയ കിടക്ക, ഡ്രസ്സിംഗ് ടേബിൾ, ഒരു ചെറിയ ലിവിംഗ് ഏരിയ, കൂടാതെ പൂന്തോട്ടത്തിലേക്ക് തുറക്കുന്ന ഒരു ബാൽക്കണിയും. ഇനി മുതൽ ഇതാണ് നിന്റെ മുറി, വാതിൽക്കൽ നിന്നുകൊണ്ട് ആദിൽ റഹ്മാൻ പറഞ്ഞു. അപ്പുറത്തെ മുറിയാണ് എൻ്റേത്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഒരു കരാർ മാത്രമേ ഉള്ളൂ. എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടരുത്, നിന്റെ കാര്യങ്ങളിൽ ഞാനും ഇടപെടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അവൾ മറുപടി നൽകി. പിന്നെ താഴെയുള്ള ജോലിക്കാർക്ക് സംശയം തോന്നുന്ന രീതിയിൽ പെരുമാറരുത്. അവർക്ക് മുന്നിൽ നമ്മൾ പ്രണയ ജോഡികളാണ്. എല്ലാം അവൾ തലകുലുക്കി സമ്മതിച്ചു. അവൻ പോയതിനു ശേഷം അവൾ ആ മുറിയിൽ ആകെയൊന്ന് കണ്ണോടിച്ചു. ഈ വലിയ വീട്ടിൽ ഈ ആഡംബരങ്ങൾക്ക് നടുവിൽ അവൾ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. താഴെ മനോഹരമായി പരിപാലിക്കുന്ന പൂന്തോട്ടം കാണാമായിരുന്നു. അവൾ ദീർഘമായി നിശ്വസിച്ചു. 1 വർഷം എങ്ങനെയും പിടിച്ചു നിൽക്കണം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവർക്കിടയിൽ മഞ്ഞുപോലെ തണുത്തതായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വെച്ച് കാണുന്നതല്ലാതെ അവർ തമ്മിൽ സംസാരിച്ചില്ല. അവൻ അവൻ്റെ ബിസിനസ് തിരക്കുകളിലും അവൾ അവളുടെ ചിന്തകളിലും മുഴുകി. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ആദിൽ അവളോട് പറഞ്ഞു, നാളെ വൈകുന്നേരം വീട്ടിൽ ഒരു ചെറിയ പാർട്ടിയുണ്ട്. എൻ്റെ ചില അടുത്ത ബിസിനസ് സുഹൃത്തുക്കളും പിന്നെ കുറച്ച് ബന്ധുക്കളും വരും. നിന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തണം. ആയിഷയുടെ നെഞ്ചെടുപ്പ് കൂടി. ഇതാണ് ആദ്യത്തെ പരീക്ഷണം. അവർ നമ്മളോട് പലതും ചോദിക്കും. നമ്മൾ എങ്ങനെ കണ്ടുമുട്ടി, എപ്പോൾ പ്രണയത്തിലായി എന്നൊക്കെ. അതിനൊക്കെ ഒരു കഥ വേണ്ടേ? അന്ന് രാത്രി അവർ അവരുടെ പ്രണയകഥ മെനയാൻ തുടങ്ങി. നമ്മൾ ആദ്യം കണ്ടുമുട്ടിയത് ഹാജറ ഉമ്മയുടെ അടുത്ത് വെച്ചാണ്. നിന്നെ എനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി, ആദിൽ പറഞ്ഞു തുടങ്ങി. അതൊന്നും വേണ്ട, കുറച്ചുകൂടി വിശ്വസനീയമായ എന്തെങ്കിലും വേണം, ആയിഷ ഇടയ്ക്ക് കയറി പറഞ്ഞു. നിങ്ങളൊരു ധിക്കാരിയാണ്. എന്നെപ്പോലൊരു സാധാരണ പെൺകുട്ടിയെ ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ല. അവളുടെ മറുപടി കേട്ട് ആദിലിന് ദേഷ്യം വന്നു. എങ്കിൽ നീ തന്നെ ഒരു കഥ പറ. പാർട്ടിയുടെ ദിവസം ആയിഷ മനോഹരമായ ഒരു സാരി ഉടുത്ത് താഴേക്ക് വന്നു. അവളെ കണ്ടപ്പോൾ ആദിൽ ഒരു നിമിഷം നോക്കി നിന്നു പോയി. അവൾ സുന്ദരിയായിരുന്നു. പാർട്ടിയിൽ വെച്ച് ആദിൽ അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ആദിലിൻ്റെ മാമയുടെ മകനായ മുനീറിൻ്റെ നോട്ടം അത്ര ശരിയായിരുന്നില്ല.
പണ്ടു മുതലേ ആദിലിനോട് അസൂയയും സ്വത്തിൽ കണ്ണുള്ളവനുമായിരുന്നു മുനീർ. മുനീർ ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? ആദിയെപ്പോലൊരു പ്ലേ ബോയിയെ നിന്നെപ്പോലൊരു സിമ്പിൾ പെൺകുട്ടി എങ്ങനെ വീഴ്ത്തി? അവൻ്റെ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞിരുന്നു. ആദിൽ മറുപടി പറയുന്നതിന് മുൻപ് ആയിഷ ശാന്തമായി പറഞ്ഞു, ചിലർക്ക് വീഴ്ത്താൻ മാത്രമല്ല സ്നേഹം കൊണ്ട് നേരെയാക്കാനും അറിയാം. അവളുടെ മറുപടി മുനീറിൻ്റെ മുഖം കറുപ്പിച്ചു. ആദിൽ ഞെട്ടലോടെ അവളെ നോക്കി. ഈ പെൺകുട്ടി അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പാർട്ടിയിലുടനീളം അവൾ വളരെ ആത്മവിശ്വാസത്തോടെ പെരുമാറി. തന്ത്രപരമായ ചോദ്യങ്ങൾക്ക് അവൾ ബുദ്ധിപരമായ മറുപടികൾ നൽകി. അന്ന് രാത്രി പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ആദിൽ അവളോട് പറഞ്ഞു, താങ്ക്സ്, ഇന്ന് നീ നന്നായി കൈകാര്യം ചെയ്തു. അവൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത അവൾ തിരിച്ചറിഞ്ഞു. അവൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ഒരുപക്ഷെ ഈ കരാർ ജീവിതം അത്ര മോശമാകില്ലായിരിക്കാം. പക്ഷേ മുനീറിന്റെ സംശയം നിറഞ്ഞ കണ്ണുകൾ ഒരു അപകട സൂചന നൽകുന്നുണ്ടായിരുന്നു. പാർട്ടി കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടു. ആദിൽ കമ്പനി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ആയിഷയാകട്ടെ ആ വലിയ വീട്ടിലെ ഏകാന്തതയുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഉപ്പയുടെ ഓപ്പറേഷൻ വിജയകരമായി കഴിഞ്ഞതിൻ്റെ ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. അവർക്കിടയിലെ മഞ്ഞുരുകി തുടങ്ങിയിരുന്നില്ലെങ്കിലും പരസ്പരം ഒരു ബഹുമാനം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ അബ്ദുൽ ഹമീദ് സർ അവിടേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവവും എന്നാൽ ഒളിപ്പിച്ചു വെച്ച ഒരു ചിരിയും ഉണ്ടായിരുന്നു. ആദിൽ, ആയിഷ, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിൽ? ആദിൽ ചോദിച്ചപ്പോൾ അബ്ദുൽ ഹമീദ് ഒരു കവർ അവന് നേരെ നീട്ടി. ഇതൊന്ന് വായിക്കൂ. അതൊരു കത്തായിരുന്നു. ആദിൽ അത് തുറന്നു വായിക്കാൻ തുടങ്ങി. അവൻ്റെ മുഖം വിവരണമാകുന്നത് ആയിഷ ശ്രദ്ധിച്ചു. ദിസ് ഈസ് ഇമ്പോസിബിൾ. അവൻ അലറി. ഇതെങ്ങനെ സംഭവിക്കും? എന്താ ആദിൽ? എന്താ ആ കത്തിൽ? ആകാംക്ഷയോടെ ആയിഷ ചോദിച്ചു. അവൻ ആ കത്ത് അവൾക്ക് നേരെ എറിഞ്ഞു. അവൾ അതെടുത്ത് വായിച്ചു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അത് ഹാജിറ ഉമ്മയുടെ കൈപ്പടയായിരുന്നു. കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, പ്രിയപ്പെട്ട ആദിലിനും ആയിഷയ്ക്കും. ആദിലിനെയും ആയിഷയെയും ഇത്രമേൽ ഞെട്ടിച്ച എന്താണ് ആ കത്തിലുണ്ടായിരുന്നത്? ഏത് പുതിയ വ്യവസ്ഥയാണ് ആദിലിനെ ഇത്രമേൽ പ്രകോപിപ്പിച്ചത്? അവരുടെ ഒരു വർഷത്തെ കരാർ ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന ആ രഹസ്യം എന്തായിരിക്കും? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കി വെച്ച് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ കഥയുടെ അപ്രതീക്ഷിത നിമിഷങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.